നമ്മളെ ചെക്കൻ്റെ മൈലേജ് ഇപ്പം നന്ന ഷോർട്ടായിട്ടുള്ളത് ആക്റ്റീവ 4G. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ പെട്രോളിൻ്റെ ആണോ എന്നുള്ളതാണ് ഡൗട്ട്. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട്, ബൈക്ക് എടുത്ത് സർവീസിന് പോകുന്ന എൻ്റെ ചങ്ങായി വരെ പറയുന്നുണ്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോലും ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ പകുതി മുക്കാലും ഫുൾ ടാങ്ക് അടിക്കല്, പൈസ ഉണ്ടാകുമ്പോൾ എപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചു പോകും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം രാത്രിയോ മറ്റോ അർജൻറ്റായിട്ട് പോകുമ്പോൾ 24 മണിക്കൂർ പിന്നെ വർക്ക് ചെയ്യുന്ന പമ്പുകൾ എന്ന് വെച്ചാൽ വളരെ ചുരുക്കമാണ്. തളിപ്പറമ്പ് ഭാഗത്തുണ്ട്, തളിപ്പറമ്പ് തൃച്ചംബരം ഭാഗത്തുണ്ട്. പക്ഷേ അവിടം വരെ വണ്ടി എത്താനാണ് ഏറ്റവും വലിയ പാട്. അതായത് 24 hours വർക്ക് ചെയ്യുന്ന പമ്പുകൾ വളരെ ചുരുക്കമാണ്. 10 മണിയാകുമ്പോൾ തന്നെ എല്ലായിടെയും കയറൊക്കെ ഇട്ട് കിട്ടും. അപ്പോൾ ഇന്ത്യൻ ഓയിൽ മറ്റുള്ള അതുപോലത്തെയുള്ള പമ്പുകളാകുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മാഹിന്ന് അടിച്ചിട്ട് പോലും ഒരു രക്ഷയും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂരേക്ക് എത്തി, കണ്ണൂരിൽ നിന്ന് വളഞ്ഞ് ധർമ്മശാലയ്ക്ക് ഒക്കെ പോകുമ്പോഴത്തേക്ക് എണ്ണ മൊത്തത്തിൽ കഴിയുന്നു. അപ്പോൾ കാർബറേറ്ററിൻ്റെ പ്രശ്നമാണോ? ഇപ്പോൾ കാർബറേറ്ററിൻ്റെ എന്ന് വെച്ചാൽ വലിയ ക്ലീൻ ചെയ്യേണ്ട അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇവരെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയിന്. അതായത് പെട്ടെന്നാണ് മൈലേജ് ഷോർട്ട് വന്നത്. അതായത് ഇപ്പോൾ എവിടെ നിന്ന് എണ്ണ അടിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ E20 പെട്രോളിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയില്ല. കാരണം വെച്ചാൽ BS6 വണ്ടിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. E20 പെട്രോൾ അതിന് ആപ്റ്റാകുന്നുണ്ട്. പക്ഷേ നമ്മളെ പോലത്തെ വണ്ടികൾക്ക് ആ ഒരു പെട്രോൾ ഈ മൈലേജ് ഷോർട്ട് വരുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാഹി പള്ളിയിലെ പെരുന്നാളിന് പോയാലും അവിടെ നിന്ന് അടിച്ചിരുന്നു. ഏകദേശം ഒരു ഫുൾ ടാങ്കിൻ്റെ അടുത്ത് എത്തിനെ. പക്ഷേ എന്നിട്ട് ഒരു രക്ഷയും ഉണ്ടായില്ല. അതങ്ങനെ തീർന്നു. അപ്പോൾ നമ്മൾ എവിടെ പോയി അടിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഇപ്പം തന്നെ ഫുൾ ടാങ്ക് ആക്കി വെച്ചതെന്ന് പറഞ്ഞാൽ അർജൻറ്റായിട്ട് എന്തെങ്കിലും ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ രാത്രിയോ മറ്റോ പോകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എവിടെ ഒരു പമ്പിൽ കയറാണ്ട് നമുക്ക് പോവാം, ഒരു പേടിയില്ലാണ്ട് പോവാം. അതുകൊണ്ട് മാത്രമാണ് ഫുൾ ടാങ്ക് അടിച്ച് വെക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഫുൾ ടാങ്ക് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പൈസക്ക് 100, 150, 200 രൂപയ്ക്ക് അടിച്ചാൽ പിന്നെ അത് ഫുള്ളാക്കി ഇടാം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി പോയിട്ട് വർക്ക്ഷോപ്പിലെല്ലാം കൊണ്ടുപോകുമ്പോഴായിരിക്കും പ്രശ്നം. കാരണം വെച്ചാൽ അവർ പകുതി മുക്കാൽ ഊറ്റിയെടുക്കും. പക്ഷേ നല്ല ആൾക്കാരൊന്നും പ്രശ്നമില്ല. നല്ല വർക്ക്ഷോപ്പുകാരാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് അറിയാത്ത വർക്ക്ഷോപ്പുകാരാണെങ്കിൽ അതിൽ എണ്ണ ഊറ്റാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പം വണ്ടി ഫുൾ ടാങ്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. 500 രൂപ ആയിന്. 500 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ച് വെച്ച് എന്നാന്ന് മനസ്സിലാകുന്നില്ല. ആദ്യം 500 ആവില്ലേന്. അപ്പോൾ ടാങ്കിലുള്ള പകുതി മുക്കാലും എണ്ണയും തീർന്നു. അതാണ് അതിൻ്റെ ഒരു സത്യം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോട്ടിലെടുത്തിട്ട് മൈലേജ് ചെക്ക് ചെയ്താൽ പെട്ടെന്ന് തീർക്കാം. എണ്ണ മൊത്തത്തിൽ തീർക്കാനുള്ള എല്ലാ പരിപാടികളുമായി. കാരണം തീരെ മൈലേജ് ഇല്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഇങ്ങോട്ടേക്കും പോകാൻ തോന്നുന്നില്ല മൈലേജ് ഷോർട്ട് വരുന്നുണ്ട്. കാരണം നമ്മളത് 200 cc ഒന്നുമല്ലല്ലോ, ചെറിയൊരു 110 cc. അതും കൂടി മൈലേജ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെ. പെട്രോളിൻ്റെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു.